Guys, the big boss is finally here. ഇത്രയും കാലമായിട്ട് എനിക്ക് ഇതുവരെ ഒരു കാര്യം മാത്രം മനസ്സിലായിട്ടില്ല. എന്തിനു വേണ്ടിയാണ് ആൾക്കാർ ഈ ഷോ കാണുന്നത്? പറഞ്ഞ ഈ ഷോയ്ക്ക് ബിഗ് ബോസ് എന്നല്ലായിരുന്നു പേരുണ്ട്, ബിഗ് അപരാധം എന്നായിരുന്നു. അതുപോലത്തെ അപരാധങ്ങളാണ് ഉമ്മാൻ ഇതിനകത്ത് കാണിച്ചു വിടുന്നത്. എന്താ ഇത്? ഫേക്ക് കാർഡ്, സേഫ് കാർഡ്, ഷോപ്പിംഗ് കാർഡ്, നന്മ കാർഡ്, ഒളിക്കൽ കാർഡ്, പ്രിപ്പയർഡ് കാർഡ്, വിക്ടിം കാർഡ്. ഈ കാർഡുകളൊന്നും ഇനി ഈ ടേബിളിൽ ഇറക്കി കളിക്കരുത്, കീറിപ്പോ തരും ഞാൻ 7ന്റെ പണി. ബിഗ് ബോസിന്റെ പ്രമോയ്ക്ക് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ടത്തെ പരിപാടികളൊന്നും ഇനി ബിഗ് ബോസിൽ നടക്കാനേ പോകുന്നില്ല. എന്താടാ ഇനി ബിഗ് ബോസിൽ നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് എടുത്ത് ബിഗ് ബോസ് കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഈ ബിഗ് ബോസ് കാണുന്ന പകുതി ആൾക്കാരും ഇതിനെ കാണാനാ കാണുന്നത്. മോഹൻലാൽ പറഞ്ഞില്ലായിരുന്നോ ബിഗ് ബോസ് മൊത്തത്തിൽ മാറ്റി മറിച്ചെന്ന്? അതിന്റെ പുതിയ അപരാധമായത്. പതപ്പിക്കല്ലേ, ഞാൻ പതപ്പിക്കും. ഇതൊക്കെയാണെങ്കിൽ ഈ ബിഗ് അപരാധം പകുതി ആൾക്കാരും കാണുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടി കാണാൻ വേണ്ടി മാത്രമാണ്. ഈ സീരീസിനകത്തിൽ അടി കാണുന്ന സമയത്ത് ചത്ത മതി എന്നാണ് അടി. ദോശ ചുട്ടേന് മാറി ചുട്ടോളാം, ഞാൻ ചുട്ടോളാം. ഇവരിവിടെ നിന്ന് എന്റെ പണി തടസ്സം ചെയ്യാണ്. ഇനി ഞാൻ ദോശ ചൂടുന്നില്ലെന്ന് പറഞ്ഞാൽ അതിന് വേറെ അടി. കീടാനം, റെസ്പെക്ട് ഇല്ലാത്ത യൂസ്ലെസ് കീടാനു. ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അറിയില്ല ബിഗ് ബോസ് ഹൗസിൽ. പിന്നെ എന്തിനാ കെട്ടിയെടുക്കാൻ നിന്നത്? മൂന്നാമത്തെ അടി എന്ന് പറയുന്നത് ഡ്രസ് ഇട്ടേന്. എന്തൊട്ട് കൊന്താണ് കാണിച്ചു കൊടുക്കുന്നത്. ഞാൻ ഫാഷൻ കൊറിയോഗ്രാഫർ ആണ്, പേക്കോലം കാണിച്ചാൽ നടക്കുന്നില്ല. കോമഡി പറഞ്ഞ് ചിരിപ്പിക്കാൻ കാണുന്ന സമയത്ത് എനിക്ക് തലയ്ക്ക് വട്ടം പിടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചൊറിഞ്ഞും കയറുന്നുണ്ട്. പിന്നെ അടുത്ത 2 കണ്ടസ്റ്റൻസ് ഉണ്ട്, അവർക്ക് എപ്പോഴും അങ്ങ് തലവേദനയാണ്. ഞാൻ ഭയങ്കര തലവേദനയാണ്, അതുകൊണ്ടാണെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. സെക്കൻഡുകൾക്കുള്ളിൽ തലവേദന വരികയും സെക്കൻഡുകൾക്കുള്ളിൽ തലവേദന മാറിപ്പോണം എങ്ങനെയെന്ന് മാത്രമേ ഞങ്ങൾ ചോദിച്ചോളൂ. ബിഗ് ബോസേ പറ്റുമെങ്കിൽ അവർക്ക് കുറച്ച് പാരസെറ്റാമോൾ മേടിച്ചു കൊടുക്കുക, തലവേദനയൊക്കെ അങ്ങ് മാറിക്കോളൂ. ലൈൻ കട്ട്, ലൈൻ കട്ട്. അത് മാത്രമല്ല, ഈ ബിഗ് ബോസിനകത്ത് വന്നിരിക്കുന്ന പകുതി ആൾക്കാരെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. അതൊക്കെ അങ്ങ് പോട്ടെ. പണ്ടം കണ്ട് സോളോ വരണ റോസ്റ്റ് ചെയ്തൊരു കൊച്ചുണ്ട്, കൊച്ചി ബിഗ് ബോസിനകത്ത് വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയുടെ പവറും യുവത്വത്തിന്റെ തിളക്കവുമായി ഒരു ഡിജിറ്റൽ താരം. സോഷ്യൽ മീഡിയയുടെ പവറും യുവത്വത്തിന്റെ തിളക്കവും. ഞാൻ ആകെ കൂടി ഈ കൊച്ചിനെ കണ്ടിട്ടുള്ളത് 3 വർഷം മുമ്പ് സോളോ വൈനറുടെ വീഡിയോയില്ല. എങ്ങനെ യുവത്വത്തിന്റെ തിളക്കവും സോഷ്യൽ മീഡിയയുടെ പറയുവാകുന്നേ? അത് മാത്രമല്ല, ഈ ബിഗ് ബോസിനകത്ത് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞൊരു മലരനുണ്ട്, അവന്റെ പേര് അനീഷ് എന്ന. ഇവൻ എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് ആർക്കും അറിയാം. അവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഷോയുടെ അപ്പുറത്തെ ഷോയായി, എന്നിട്ട് ബിഗ് ബോസിന് ഒന്നും പറയണ്ട. ഞാൻ ഭയങ്കര തലവേദനയാണ്, അതുകൊണ്ടാണെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ആക്ഷൻ ഇപ്പൊ പറഞ്ഞപ്പോ നിനക്ക് എന്താ കേൾക്കാത്ത? നിന്റെ ചെവിയിൽ എന്തോ കുരുവല്ലോ ഉണ്ടോ? ഉള്ളിൽ വേറൊരു ഷോ. എനിക്കിതുവരെ മനസ്സിലാവാത്തൊരു കാര്യം, ഉമ്മാർ ഇവിടെ കിടന്ന് ഇങ്ങനെ കുണയ്ക്കാൻ നേരത്ത് എന്തോ നാട്ടുകാർ പറയുമോ? എനിക്കറിയത്തില്ല. നാട്ടുകാർ ഇറങ്ങാൻ നേരത്ത് ഇവന്മാർ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് കിടന്ന് അപരാധം കാണിച്ചാൽ വെളി വരാൻ നേരത്ത് ഇങ്ങനെയൊക്കെ പറയുന്നു. എനിക്ക് തോന്നില്ലേ ബിഗ് ബോസ് രാത്രിയുള്ളവന്മാർ നന്നാവുമെന്ന്. നമ്മുടെ മാസ്റ്ററിനെ ഇതിൻ്റെ അകത്തോട്ട് കയറ്റി വിട്ടാലോ? ഈ സാധനം കണ്ട് ഞാൻ മടുത്തു. ഇതൊക്കെ എങ്ങനെ ആൾക്കാർ കണ്ടിരിക്കുന്നതെന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്കൊരു രസമൊന്നും തോന്നില്ല ഇത് കാണുന്ന സമയത്ത്. ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ ബിഗ് ബോസിന്റെ കുറച്ച് എപ്പിസോഡ്സ് കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഞാൻ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുകയാണെന്നുള്ള ഒരു കാര്യം. അത് കാണുന്ന സമയത്ത് എനിക്കൊരു രസവും തോന്നില്ല, ഒരു ഉണ്ണൻ തോന്നി. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ ആദ്യം പോകാൻ വേണ്ടി പറ്റിയ ദ ബെസ്റ്റ് കണ്ടസ്റ്റന്റ് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ട് പറയാൻ വേണ്ടി പോകുന്ന ഒരാളുടെ പേരാണ് സായി പോപ്പി. പറഞ്ഞതുപോലെ തന്നെ അണ്ണന്റെ വായന നല്ല മലരോളമാണ് വരുന്നത്. ഞാൻ അടുത്തു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ക്വിറ്റ് ചെയ്യുകയാണ്. ബൈ. ഒരു കുണ്ണേ വേണ്ട.